വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള റെസിപ്പി വീഡിയോസാണ് ട്രൈ ചെയ്യാൻ പോണേ. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പി വീഡിയോസ്. അതിൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ദോശയുടെ ബാറ്ററാണ്, തട്ട് ദോശയുടെ. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും ഇത് ഇഡ്ലിയുടെ റെസിപ്പി ആയിട്ട് അവർ ഇട്ടേക്കണേ. ബട്ട് എനിക്കിത് തട്ടുദോശയുടെ ഇതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇനി കുറച്ചൊന്ന് വലിഞ്ഞു കഴിഞ്ഞിട്ട് ഈ തട്ടുദോശയുടെ മേളിൽ CTR മേടിച്ച ചമ്മന്തിപ്പൊടികൾ 2 മേടിച്ചായിരുന്നു. രണ്ടും ഇടാൻ ഭയങ്കര നല്ല കേട്ടോ. ഗീ റോസിലാണ് ഞാൻ സാധാരണ ഈ പൊടി ഇട്ട് കണ്ടേക്കണേ. ബട്ട് തട്ടുദോശയിൽ ഇട്ടിട്ട് പൊളി ടേസ്റ്റാണ്. ആൻഡ് ബാറ്ററിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അവലും ചൗരിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതാണ് വ്യത്യാസം വന്നതെന്ന് തോന്നുന്നത്. ഈ തട്ടുദോശ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ ഉള്ളിൽ. ചില സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വേവലിൽ ഒരു കുറവ് തോന്നാറുണ്ട്. നമ്മുടെ തട്ടുദോശ വിത്ത് പൊടി റെഡി. ആൻഡ് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്തത് വേറൊരു റീലിൽ കണ്ടത് പൊട്ടാറ്റോ കറി. പക്ഷെ അത് വേറൊരു രീതിയിൽ തന്നെ അവരുണ്ടാക്കണം കേട്ടോ. ഞങ്ങളുടെ പകുതി ഐറ്റംസ് വരാൻ പോകണേ ഉള്ളൂ. ഒരു 12 ഐറ്റം ഉണ്ട് കേട്ടോ. ദോശ എനിക്ക് കുറച്ച് ചൂടാറിയിട്ടാണ് ഇഷ്ടം. അപ്പോൾ ആദ്യം ഒരു പ്രോബയോട്ടിക്, രാവിലെ നമ്മൾ കഴിക്കണത് നല്ലതല്ലേ, കഞ്ഞിയല്ല കേട്ടോ, ഇത് റാഗിയുടെ ഒരു സാധനമാണ്. പ്രത്യേക പേരുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ പേര് മറന്നുപോയല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ റാഗി ഇത് കണ്ടോ, തലേദിവസം കുറുക്ക് പോലെ ആക്കി 3 ടേബിൾ സ്പൂൺ റാഗി പൊടിയിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മണ്ണിൻ്റെ ചട്ടിയിൽ ഒഴിച്ചു വെച്ചു ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ പഴങ്കഞ്ഞിയുടെ റാഗിയുടെ വേർഷനാണ്. ആൻഡ് അതിലേക്ക് മോരും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. ആൻഡ് റാഗി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ എനിക്കിങ്ങനെ കഴിച്ചപ്പോൾ. ഇത് ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ മതി. ഇത് ഈ തൈര് ആഡ് ചെയ്യണ കാരണം നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം പറ്റിയത്, ഞാൻ ഇന്നലെ രാത്രി വെച്ചതല്ലേ, ഫെർമെൻറ്റ് ചെയ്ത രാവിലെ തന്നെ ഇത് എടുക്കണം കേട്ടോ. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഒരു വളിച്ച ടേസ്റ്റ് വരും. അത് വന്നു, അല്ലെങ്കിൽ ഇത് കറക്റ്റായിരുന്നു. ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തും കഴിക്കും, അങ്ങനൊരു ഇതുണ്ട്. ഹെൽത്ത് വൈസ് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഡിഷിൻ്റെ പേര് റാഗി അമ്പലി. ഗൂഗിൾ ചെയ്താൽ മതി, കറക്റ്റ് എക്സാക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. ഇനി ദോശ ട്രൈ ചെയ്യാം, ചൂടാറിയപ്പോൾ. ആൻഡ് ഈ ദോശയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പീനട്ട് ചട്നി. ഇത് മല്ലിയില, നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സ്, ഗാർലിക്, ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, ഇത്രയാണ് ഇട്ട് മിക്സിയിലിട്ട് അരച്ചു. ആൻഡ് ഇതാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് പൊട്ടാറ്റോ കറി കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്ന് എനിക്ക് ഐഡിയ കിട്ടിയിട്ടില്ല. ചപ്പാത്തിക്കും നല്ല, പൂരിക്കും നല്ല, ഈവൻ മസാല ദോശയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് തട്ടുദോശയുടെ കൂടെയും നല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പീനട്ട് ചട്നി. ഇതിപ്പോൾ തേങ്ങ ഇല്ലാണ്ടും നേരത്തെ പറഞ്ഞ സെയിം ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഈ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പീനട്ട്സ് കൂടുതലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബദാമിൻ്റെ ഒരു ഇതിലും ചെയ്യും. ഇത് നമ്മുടെ വൈറ്റ് ചട്നി. ഇത് തട്ടുദോശയുടെ ബാറ്ററിൻ്റെ കണക്ക് ഞാനിപ്പോൾ പറയാവേ. ഈ പൊട്ടാറ്റോ കറി നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കണ പോലെ അല്ല ഉണ്ടാക്കിയേക്കണേ. അതാണ് ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ കാരണം. ഇത് കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് എണ്ണയിൽ വഴറ്റി പൊട്ടാറ്റോ കട്ട് ചെയ്ത പീസസ് എണ്ണയിൽ വഴറ്റി. എന്നിട്ട് കുക്കറിൽ സവാളയും ഈ വഴറ്റിയ പൊട്ടാറ്റോവും കൂടി വേവിച്ചു, വെള്ളം ഒഴിച്ച് വേവിച്ചു. വെന്ത് കഴിഞ്ഞ് ഉടച്ചു. ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുമ്പോൾ ഇത്തിരി മല്ലിയില ഇടും, ജീരകപ്പൊടി, ജീരകമില്ല, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടും, കുറച്ച് മല്ലിയില ഇടും. എന്നിട്ട് പിന്നെ നമ്മൾ യൂഷ്വൽ ചെയ്യണ പോലെ താളിക്കുക. ഉള്ളിയും വെളിച്ചെണ്ണയും കടുക് വെളുത്തുള്ളി ഇത്തിരി ഇട്ടിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കുക. അത്രയേ ഉള്ളൂ. ആൻഡ് കുക്കറിൽ വേവിച്ച് നമ്മൾ ഉടച്ചു കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തളിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. റെസിപ്പി ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഇതെന്തായാലും ചെയ്യും കേട്ടോ. ചപ്പാത്തിയുടെ കറിയായിട്ട് 5 ടൈപ്പ് ചപ്പാത്തിയുടെ കറിയുടെ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾ കറിയുടെ അതിലൊരെണ്ണം ഇതായിരിക്കും. അത്രയും നല്ല. ഇനി ഈ തട്ടുദോശയുടെ കണക്ക് പറയാം. പകുതി ഞാൻ കഴിച്ചു. ഇഡ്ലി റൈസ് 3 കപ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സാധാരണ ദോശയ്ക്കൊക്കെ ചെയ്യണ പോലെ തന്നെ കുതിർക്കാൻ വെക്കുക. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്ന്, സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ അതും നന്നായിട്ട് കഴുകിയിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ച് വെക്കാം. ആൻഡ് സെയിം നമ്മൾ അളന്ന കപ്പിൽ തന്നെ 1/2 കപ്പ് ചൗരി ആൻഡ് 1/2 കപ്പ് വെള്ള അവൽ. അപ്പോൾ ചൗരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. ആൻഡ് അവൽ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കഴുകി കഴിഞ്ഞിട്ട് ഈ ഉഴുന്നും നമ്മുടെ
ചൗരിയും കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ചിടില്ലേ, എന്നിട്ട് ലാസ്റ്റ് ഈ അവലും കൂടി അതിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ആദ്യം ഉഴുന്നിൻ്റെ സെറ്റ് അരയ്ക്കുക സാധാരണ പോലെ തന്നെ. എന്നിട്ട് അരി നമ്മുടെ ഇഡ്ഡലി റൈസിൻ്റെ സെറ്റ് അരയ്ക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക, ഉപ്പിടുക. അത്രയേ ഉള്ളൂ. വ്യത്യാസം വന്നത് ഞാനിത് ട്രൈ ചെയ്യാൻ കാരണം ചൗരിയും വൈറ്റ് അവലും ഉള്ളതുകൊണ്ടാണ്. ആൻഡ് അവർ ഇഡ്ലിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇഡ്ലിയുടെ റെസിപ്പി പോലെ അവർ ഇട്ടേക്കണേ. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് തട്ട് ദോശയ്ക്കാണ്. ഭയങ്കര ഒരു ലൈറ്റ് ഒരു ദോശ പോലെ. നെക്സ്റ്റ് നമ്മുടെ പാലക്കും ബ്രോക്കലിയും കൂടി ബ്ലാൻഡ് ചെയ്തിട്ട് അത് മുട്ടയിലോട്ട് മിക്സ് ചെയ്തുണ്ടാക്കണ ഗ്രീൻ കളർ ഓംലെറ്റ്. അതും ഞാൻ ഫസ്റ്റ് ടൈം കാണാം കേട്ടോ ഇൻസ്റ്റഗ്രാം റീൽസിൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ എൻ്റെ റെസിപ്പി ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഓംലെറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചട്ടി ഒരുപാട് അങ്ങോട്ട് ചൂടാകരുത് കേട്ടോ. ഒരു മീഡിയം ഇതിലേ ചൂടാകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓവർ കുക്ക്ഡ് ആയി പോകും എഗ്സ്. അപ്പോൾ ഈ ബ്രോക്കലിയും സ്പിനച്ചൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അയ്യോ ജിജു, അത് എടുക്കല്ലേ എൻ്റെ ഫെറ്റ് ആൻഡ് ബീട്രൂട്ട് ചീസ് ട്രൈ ചെയ്യാനായിട്ട് വെച്ചേക്കാം പ്ലീസ്. തീർന്നു. അല്ല ഇതിൽ ഫ്രൈഡ് ഫെറ്റൊക്കെ ഇടാനുള്ള ഒരു മിനിറ്റ്. ഇപ്പം ഇത് കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് ജിജു കുറച്ച് കഴിക്കൂ കേട്ടോ, ലുക്ക് ഇത്തിരി മാറും. ഒരു ഭാഗം നീ കഴിക്കല്ലേ, ഒരു ഭാഗം നീ ബാക്കി വെക്കണേ. അല്ലെങ്കിൽ അതിനകത്ത് ഫ്രൈഡ് ഫെറ്റൊക്കെ നല്ലൊരു റെസിപ്പിയാണത്. ജിജു നോക്കിക്കേ, ബ്രോക്കലിയും സ്പിനച്ചും ബ്ലാൻഡ് ചെയ്ത ഓംലെറ്റ്, ഗ്രീൻ ഓംലെറ്റ്. ട്രൈ ചെയ്യോ, അല്ലെങ്കിൽ നീ എൻ്റെ സാലഡ് ഫുള്ള് തീർക്കും. ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ. ഐ തിങ്ക് അതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അവരുടെ ഇത്. ഓ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ, ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാവേ. ജിജോൺ ട്രൈ ചെയ്യോ ഇത്തിരി? ഇനി മുരിയണ്ടല്ലോ, മുരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. മുരിയണോ? ഇനി മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് പോവും ജിജോ, എനിക്ക് പറ്റുന്നില്ല. ചെയ് മിക്കവാറും കൊളോ. ജിജോ അയ്യോ പോലെ മതി, അത് ഭയങ്കരമായി പോയിട്ടാ. ചിലപ്പോൾ നമ്മൾ ചിലവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ പോലെയാണ് കേട്ടോ. ഇത് മതിയില്ലേ? ട്രൈ ചെയ്യ്. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, പെപ്പർ ഇട്ടില്ല. ഇത് ഹിറ്റായ എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ പിള്ളേരെ കഴിപ്പിക്കാനായിട്ടാണെങ്കിലും ഇങ്ങനെ ഇതുപോലെ ബ്ലാൻഡ് ചെയ്തിട്ട് എഗ്സിലിട്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും ഞാൻ വീഡിയോസ് കണ്ടിട്ടും ഇതിൻ്റെ മാത്രം വീഡിയോ എനിക്ക് ആദ്യമായിട്ടാണ് ഇൻസ്റ്റഗ്രാം സജസ്റ്റ് ചെയ്യണേ. ഓവർ കുക്ക്ഡായി പോയി. ഞാൻ പറഞ്ഞല്ലേ, ഒരിക്കലും മുട്ട ഒരിക്കലും അത്രയും നേരം ഇട്ട് ഇത് ചെയ്യരുത്. എങ്ങനെയുണ്ട്? ബ്രോക്കലി പാലക്കിന്റെ ഒക്കെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. കുറച്ച് ഓവർ കുക്ക്ഡ് തോന്നാം. പക്ഷെ നല്ല ഉപ്പ് വേണ്ട. നീ ഉപ്പ് തേരിക്കണം. അതല്ല, നീ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് ഉപ്പ് വേണം. അല്ലെങ്കിൽ പിന്നീട് ഉപ്പിടുമ്പോൾ ചില സ്പോട്ടിൽ മാത്രമായിട്ട് ഉപ്പ് കൂടും. ഓക്കെ. സോ അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്യണേ. റെസിപ്പി ഞാൻ ഇപ്പോൾ പറയട്ടെ. ബ്ലാൻഡ് ചെയ്യുക, സ്പിനച്ച് ബ്ലാൻഡ് ചെയ്യണ പോലെ ലീവ്സ് മാത്രം എടുത്ത് തിളച്ച വെള്ളത്തിൽ 30 മിനിറ്റ്സ് ഇടുക. ബ്രോക്കലിയും അതുപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് 30 മിനിറ്റ്സ് തിളച്ച വെള്ളത്തിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ, ഐസ് വെള്ളത്തിലോട്ട് ഇടുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കുക, കട്ടി പേസ്റ്റ് പോലെ. ആ പേസ്റ്റ് കാണിച്ചത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ പേസ്റ്റ് ഇത് കണ്ടോ, ഈ പേസ്റ്റ് കണ്ടോ, ഇതാണ് സ്പിനച്ചിൻ്റെയും ബ്രോക്കലിയുടെയും പേസ്റ്റ്. എന്നിട്ട് എഗ്സ് ആഡ് ചെയ്യുക, ബീറ്റ് ചെയ്യുക, ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അവിടെ ഇരി കഴിച്ചിട്ട് പോയാൽ മതി. ഇത് കഴിച്ചിട്ട് ചൂടാറും. ചോറും കറിയാണോ വേണ്ടേ? ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി വന്നപ്പോഴും ലേറ്റായി പോയി. എനിക്ക് ഇതിനകത്ത് തന്നെ ഇത്തിരി ഉള്ളിൽ ഉപ്പ് വേണം. ചീസും വേണമെങ്കിൽ ഉള്ളിൽ ഫില്ല് ചെയ്യാട്ടോ. അപ്പൊ ഇട്ടൂടെ ചില്ലി ഫ്ലേക്സ് ഇടാം, പാപ്രിക്ക ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഓ ഇതിനകത്ത് മിക്സ് ചെയ്യണമെന്നല്ലേ? അപ്പൊ ഗ്രീൻ ചില്ലി ഞാൻ ആഡ് ചെയ്തില്ല, മറന്നുപോയി. ഗ്രീൻ ചില്ലി ഒക്കെ ആഡ് ചെയ്താൽ പോലെയാണ്. ബട്ട് ഇത് ഭയങ്കര നല്ല റെസിപ്പി ആട്ടോ. ഇനി പ്രോട്ടീൻ ബോൾ, ഇതും പിള്ളേർക്ക് നല്ലൊരു സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം ഇച്ചിരി ഓയിലിൽ ഫ്രൈ ചെയ്തു. എന്നിട്ട് ഹങ്കേർഡിന് പകരം ഗ്രീക്ക് യോഗേർട്ട് ആയാലും യൂസ് ചെയ്താൽ മതി. ഗ്രീക്ക് യോഗേർട്ടും പനീറും കോട്ടേജ് ചീസും പനീറും സെയിം അല്ലേ? പനീറും കൂടിയായിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തു മിക്സിയിൽ വിത്ത് ഈ ഏത്തപ്പഴം ഫ്രൈ ചെയ്തതിൻ്റെ പകുതിയും പിന്നെ ഹണിയും കൂടിയായിട്ട്.
ആൻഡ് ലെയർ ചെയ്തു. ഇടയ്ക്ക് നട്ട്സ് ഇട്ടു. ഈ നമ്മൾ മിക്സിയിലടിച്ച യോഗേർട്ടിൻ്റെ മിക്സും ബനാന ഇടയ്ക്ക് ഈ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത ബനാന ഇടയ്ക്കിട്ടു. പിന്നെ നട്ട്സൊക്കെ ഇടയ്ക്കിട്ടു. പിന്നെ കുറച്ച് ഹണിയും ഇട്ടു. പിള്ളേർ കഴിക്കുമെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. ഏത്തപ്പഴവും ഉണ്ട്, നട്ട്സും ഉണ്ട്, കേർഡുണ്ട്, പനീറുണ്ട്. അപ്പോൾ റിച്ച് ഇൻ പ്രോട്ടീൻ എല്ലാം ഉണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് മടി വരുന്ന ദിവസം ഇത് ചെയ്താൽ മതി. ഈ പഴവും തൈരും ഈ യോഗേർട്ടും കൂടി, ഗ്രീക്ക് യോഗേർട്ടും കൂടി ചേരുന്ന ഞാൻ ഒട്ടും ഓർത്തല്ല കേട്ടോ. ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ ഈ ഏത്തപ്പഴം പ്രത്യേകിച്ച്, മറ്റേ പഴമാണ് ഞാൻ കണ്ടേക്കണേ, റോബസ്റ്റ. നമ്മുടെ ഏത്തപ്പഴം നമ്മുടെ പുട്ടിനൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് ഇവർ മിക്സിയിൽ അടിച്ചതും ലെയർ ചെയ്തതും. എനിക്കൊന്ന് കേർഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂബെറി ഒക്കെ ഇട്ട് വേണമെങ്കിൽ മിക്സി അരയ്ക്കാം, ഗ്രൈൻഡ് ചെയ്യാം. ഹണിയുള്ള കാരണം, ഹണിയും ഏത്തപ്പഴം ഉള്ള കാരണം സ്വീറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രേവ് ചെയ്യണമെങ്കിൽ ഈ പ്രോട്ടീൻ ബോൾ ആക്കിയാൽ മതി. അത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലേ, ഒരു വൈറൽ റെസിപ്പി. നമ്മുടെ വാട്ടർമെലൺ ഫ്രീസ് ചെയ്തിട്ട് ഫ്രഷ് ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് അവർ ഐസ്ക്രീം പോലെ കഴിക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്യട്ടെ. അത് ഞാൻ ആക്ച്വലി മറന്നിരിക്കുകയായിരുന്നു. ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിർത്താൻ പറ്റുള്ളൂ. ഇത് മാറ്റി വെച്ചില്ലെങ്കിലേ വിവരറിയാം. അത്രയധികം ഡിഷ് ട്രൈ ചെയ്യാറുണ്ട് എനിക്ക്. ഇനി മത്തങ്ങയുടെ അട, അതും കുറച്ച് ആളായിട്ട് ഞാൻ ട്രൈ ചെയ്യാനായിട്ടിരുന്ന. മത്തങ്ങ കൊണ്ട് ഇടിയപ്പമൊക്കെ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടതാണ്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് പെട്ടെന്നാണ് ഈ മത്തങ്ങയുടെ അടയുടെ, നമ്മുടെ പംകിൻ്റെ അടയുടെ റീൽ എനിക്ക് എൻ്റെ പേജിൽ വന്നേ. അപ്പോൾ അത് ഞാൻ അത് ട്രൈ ചെയ്യാൻ ഓർത്തു. സാധാരണ അട ഉണ്ടാക്കണ പോലെ തന്നെ, പക്ഷേ മത്തങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ ഗീയുടെ കൂടെ അത് കഴിക്കണം കേട്ടോ. പക്ഷേ എനിക്ക് ഗീയും ഇതും കൂടിയായിട്ടുള്ള കോമ്പിനേഷൻ എനിക്കറിയില്ല എങ്ങനെ ഇരിക്കുന്നത്. പൊളിയാണിത്, ഭയങ്കര നല്ല കേട്ടോ. ഇത് ഭയങ്കര നല്ലതാണേ. നമ്മുടെ എന്തിൻ്റെ ടേസ്റ്റ് ഇത്? ഈ ടേസ്റ്റ് എനിക്കറിയാം. പക്ഷേ ഇത് ഉള്ളിയൊക്കെ ആയിട്ടുള്ളൊരു വേറൊരു അടയില്ല, ഇങ്ങനെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഇതിന്. ഒരു ടൈപ്പ് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത്. ജീരകം ഉള്ളിയൊക്കെ ഇട്ട് അത് ഇട്ടിട്ടുണ്ട്. ജീരകം ഉള്ളി ഇട്ടുണ്ടോ? ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ അപ്പോൾ അരിപ്പൊടിയിൽ ഉള്ളി, പച്ചമുളക്, മല്ലിയില, വേപ്പില ഇത്രേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ അടയൊക്കെ കുഴക്കണ പോലെ കുഴച്ചു, ഗ്രേറ്റ് ചെയ്ത് പംകിനും ഇട്ടു. പക്ഷേ ഇത് പൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ചമ്മന്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റായിരിക്കും. ഇത് സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയൊക്കെ ഇല്ലേ, നമ്മുടെ ടേസ്റ്റ് ചെയ്യണം. നല്ലത്, ഭയങ്കര നല്ല, പിള്ളേർക്കൊക്കെ കറക്റ്റാണ് ഈ സാധനം. ഓരോ വർഷം അറിയാണ്ടേ ഇതൊരു ഭയങ്കര നാടൻ ടേസ്റ്റ്. ഈ ഇലയുടെ ഇതും കൂടി വന്നിട്ടാണെന്നറിയില്ല. മസ്റ്റ് ട്രൈ. ആ ദോശമാവ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയേ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ മെഷർമെൻറ്റ് എഴുതാട്ടെ, അത് തെറ്റിപ്പോണ്ട. ആൻഡ് ഗ്രീൻ ഓംലെറ്റ് ഉണ്ടല്ലോ, അത് പ്രോട്ടീൻ ഷേക്ക് ഇത്രയും ട്രൈ ചെയ്താലെല്ലാം പൊളിയാണ്. ഇനി ഫ്രഞ്ച് പാൻ കേക്ക് എനിക്ക് ട്രൈ ചെയ്യാനുണ്ട്. ഇതിവിടെ ഫ്രെഡി ട്രൈ ചെയ്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, ശരിക്കും ഉള്ളി ബജിയുടെയൊക്കെ പോലത്തെ ടേസ്റ്റാണ്. ശരി, അതിൻ്റെ എനിക്കത് ടേസ്റ്റ് പെട്ടെന്ന് ഹിറ്റ് ചെയ്തത്. എൻ്റെ സാലഡ് ഇനി പ്രസൻറ്റേഷൻ നടക്കുന്നതൊന്നല്ല, ബട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വേറെ സാധനം. ആ സ്വീറ്റ് പൊട്ടറ്റോ ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് അതിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് മേലെ നമ്മുടെ ഷുഗർ പൗഡർ ഇടും. അത് പൊളിയാവാനേ ചാൻസ് ഉള്ളൂ. എനിക്ക് ഇത്തിരി ഇത് ഐസിങ് ഷുഗർ കൊണ്ടുവരും. ഫെറ്റയും ഫ്രൈ ചെയ്ത്, അയ്യോ പ്രസൻറ്റേഷന് ഇനി സമയമില്ലല്ലോ. റോസ്റ്റ് ചെയ്ത ബീറ്റ്റൂട്ട്, ഓറഞ്ച്, ആൽമണ്ട്സ്, അതിൻ്റെ മേലെ നമ്മുടെ എൻ്റെ ഡ്രസ്സിങ്, ഒലിവ് ഓയിൽ, ബാൽസമിക് വിനീഗർ ആൻഡ് മസ്റ്റേർഡ് സോസ്, ഉപ്പ്, പെപ്പർ, ഹണി, അത്രയേ ഉള്ളൂ. ഇത് അവർ കഴിക്കുന്നത് ഫ്രൈഡ് ഫെറ്റയുടെ മുകളിൽ വെച്ചിട്ട്. അത് കണ്ടോ, ഇത് ഫെറ്റ ചീസാണ്. ആൻഡ് മേലെ ഹണി ഒഴിക്കും കേട്ടോ, അത് പൊഴിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൈഡ് പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോ ഞങ്ങൾ ട്രൈ ചെയ്തത്. ബട്ട് മുകളിൽ ഷുഗർ സിറപ്പ് ഇടണം. ഇതിപ്പോൾ എനിക്ക് ഏതൊക്കെ കൂടെ ട്രൈ ചെയ്യണമെന്ന് മനസ്സിലാവണില്ല. ബട്ട് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണോ എന്ന് പറയണേ. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇതുപോലെ കുറേ ട്രൈ ചെയ്യാനുണ്ട്. അതെനിക്ക് വീഡിയോ ഇടാൻ ശരിക്കും എനിക്കിഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സ്വീറ്റ് പൊട്ടേറ്റോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വീറ്റ് പൊട്ടേറ്റോ ഫ്രൈ. ഇതുപോലെ ഫ്ലാറ്റായിട്ട്, ഏറ്റവും വീതിയായിട്ട്, ഏറ്റവും തിന്നായിട്ട് വീതിയുള്ള പീലർ ഉണ്ടല്ലോ, ആ പീലർ കൊണ്ട് പീൽ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇത് നമ്മുടെ ടൂത്ത് പിക്കിൽ വെച്ചു. എന്നിട്ട് ഐസിങ് ഷുഗർ ഇട്ടു മുകളിൽ. ഷുഗർ പൗഡറും ഐസിങ് ഷുഗറും അതിലേതെങ്കിലും ഇട്ടാൽ മതി.
ഉപ്പൊന്നും ഇട്ടല്ലോ, അവരുടെ റെസിപ്പിയിൽ ഉപ്പില്ലായിരുന്നേ. ബട്ട് എനിക്ക് ഇത്തിരി ഉപ്പ്, ആ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വറക്കില്ലേ, അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഇത്തിരി ഉപ്പും കൂടി ഇടണം. വറക്കാൻ നേരത്തെ ഓയിലിൽ ഇത്തിരി ഉപ്പും കൂടി ഇടണമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഹണിയൊക്കെ ആയിട്ട് പൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഷുഗർ, ഇത് മറ്റേ ഐസിങ് ഷുഗർ ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഉപ്പ് വേണ്ടാന്ന് തോന്നുന്നു. ഷുഗർ നന്നായിട്ട് ഇട്ടപ്പോൾ ഭയങ്കര നല്ല. ഇതെനിക്ക് തോന്നുന്നു ഐസ്ക്രീമിൽ ഇതിങ്ങനെ വറുത്ത് വെച്ചിട്ട്, ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ ഒരു സാലഡിൻ്റെ ഇത് ഒലിവ് ബീച്ചിൽ പോയി ട്രൈ ചെയ്ത സാലഡിൽ അവർ ചിപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇന്നോവേറ്റീവായിട്ട് എല്ലാം ട്രൈ ചെയ്യാം. ഇത് വറുത്ത് വെക്കുക, എന്നിട്ട് ഐസ്ക്രീമിൽ ഹണി ഇടുക, വിത്ത് ഐസ്ക്രീം സ്വീറ്റ് പൊട്ടാറ്റോ, അത് പൊളിയായിരിക്കും. ഇത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് 5 സ്റ്റാർ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയതാട്ടോ. ഷായിദ ജിജോനോട് ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്യാൻ പറയും. ഇത് ഭയങ്കര നല്ല ഇഷ്ടമാവും. നല്ലതല്ലേ? ഇത് ഷായിദ ട്രൈ ചെയ്യും. ചേച്ചിക്ക് വേണ്ടേ? ഗ്ലാസ് മതി. ഇനി ഇത് അയച്ചിട്ട് ചേട്ടാ. ഇനി ആലിയ ഭട്ടിൻ്റെ റിഫ്രഷിങ് ഡ്രിങ്കാണ്, ഹെൽത്ത് ഏത് ഡ്രിങ്കാണെന്ന് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ക്യൂക്കുമ്പറും ഗ്രീൻ ആപ്പിളും പുതിനയിലയും ആൻഡ് ചിയ സീഡ്. എനിക്കിത് അയച്ചിട്ട് പോയാൽ മെയിനായിട്ട്. ഇത് ലാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തിരുന്ന, ബട്ട് ഇപ്പോൾ കഴിക്കാണ്ട് വേറെ വഴിയില്ല. ദേ ഇതെനിക്ക് എല്ലാ ദിവസവും വേണം ഇനി. ബട്ട് അവരുടെ വീഡിയോയിൽ നല്ല ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങനെ കറുത്ത കളറായത് എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതിന് ടേസ്റ്റിനേക്കാളും കൂടുതൽ ഭയങ്കര ഒരു ഹെൽത്തി ഡ്രിങ്ക് കഴിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആൻഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു പോകണ പോലത്തെ ഒരു ഫീലും ഉണ്ട്. എല്ലാ ദിവസവും വേണേ. ഇനി ഉച്ചയ്ക്കത്തെ മറ്റേ ഡിഷസ് നമുക്ക് പിന്നെ നാളെ ട്രൈ ചെയ്യാം കേട്ടോ. പറ്റില്ല, എല്ലാം കൂടി പറ്റുന്നില്ല. ഫ്രൈഡ് ഫെറ്റ ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ഇന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. ഫ്രൈഡ് ഫെറ്റ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ ഇത്, പക്ഷേ നമ്മുടെ ബ്രെഡ് ക്രംസിലല്ല, നമ്മുടെ മുട്ടയിൽ ഫെറ്റ മുക്കിയിട്ട് ഡ്രൈ മൈദയില്ലേ, മൈദയിൽ മുക്കിയിട്ട് പിന്നെ വീണ്ടും മുട്ടയിൽ മുക്കി വീണ്ടും മൈദയിൽ മുക്കി, എന്നിട്ട് വൈറ്റ് സെസമി സീഡ് കൊണ്ട് കോട്ട് ചെയ്തു. അപ്പോൾ ജിജോ ഇത് കഴിച്ച് ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ മാറ്റിയ കാരണം ഞാനതിനെ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് ഓർത്തേ ഇച്ചിരി. ബട്ട് ഇത് നല്ല റെസിപ്പിയാണ്. ഇത് രണ്ടും വേറെ വേറെ ആൾക്കാരുടെ റെസിപ്പിയാണ്. ഞാനത് ക്ലബ് ചെയ്തു. അയ്യോ, ഇത് റിയൽ ഹണിയാട്ടാ. അതാണ് എൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. പക്ഷേ കുപ്പി ഞങ്ങൾ മാറ്റിയിട്ടു. അതാണ് ഈ കിസാൻ്റെ കുപ്പി. ആളുടെ തോട്ടത്തിൽ ഉണ്ടായ ഹണി നമ്മുടെ ഈ ഫ്രൈഡ് ഫെറ്റയുടെ മുകളിൽ ഒഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ 2 ആൾക്കാരുടെ റെസിപ്പിയാണ്. അതിൽ ഒരെണ്ണം ഇത് സിംഗിളായിട്ടാണ്, ഈ ഫെറ്റ മാത്രമായിട്ടാണ് അവരുടെ റെസിപ്പിയിൽ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി വേണ്ട കാരണം ഇതെല്ലാം ആഡ് ചെയ്തു. ബീറ്റ്റൂട്ട് ആൻഡ് ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ എനിക്കെപ്പോഴും നല്ലതായിട്ട് തോന്നാറുണ്ട്. ഇത് ആൻഡ് ബാൽസമിക് വിനീഗറും പിന്നെ നമ്മുടെ ഹണിയും എല്ലാം കൂടി വന്നിട്ടുണ്ടല്ലോ, നല്ലവനെ വഴിയുള്ളൂ. ഭയങ്കര ഉപ്പ്. ആൻഡ് ഫെറ്റ ചീസ് ഞാൻ യൂസ് ചെയ്തേക്കണത് എനിക്കത്ര ഇഷ്ടമായില്ല. അയ്യോ, ഭയങ്കര പൊട്ട ചീസാണ്. ചീസിനല്ലല്ലോ ഞാൻ മറ്റേതിൽ ഈ ചീസ് ആഡ് ചെയ്തേ ആ ബോളിൽ. ഇത് ഫ്രൈ ചെയ്തിട്ട് സെസമി സീഡും ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ. ബട്ട് ഈ സാലഡ് നല്ല, ഈ കോമ്പിനേഷൻ ഭയങ്കര നല്ല. ബീറ്റ്റൂട്ട് ആൻഡ് ഓറഞ്ച് ഭയങ്കര റിഫ്രഷിങ്ങാണ്. ബട്ട് വിത്ത് ഫെറ്റ എനിക്കിഷ്ടമില്ല. ശരിക്കും ഈ റെസിപ്പിയിൽ ഫെറ്റ അവർ വെറുതെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഞാനാണ് 2 ആൾക്കാരുടെയും കൂടി മിക്സ് ചെയ്തത്. ബട്ട് അപ്പോൾ ഈ ഫ്രൈഡ് ഫെറ്റ ഈ സാലഡിൻ്റെ കൂടെ ചേരുന്നില്ല. ആ റിഫ്രഷിങ് ഫീല് മാറ്റിയിട്ട് ഒരു ഹെവി സാധനം കഴിക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ആ GM ഡയറ്റ് എടുത്തില്ലേ, അതിൻ്റെ എല്ലാ ഗുണം ഇതും പോയട്ടെ എന്ന് ഭയങ്കര ഐഡിയ പോയി. ചില സമയത്ത് എനിക്കിങ്ങനെ ഐഡിയാസ് മറ്റേ ഇതുപോലെ വരണേ, ട്രെയിൻ പോലെ. ചില സമയത്ത് ഒന്നും കിട്ടൂല.
ഇത് ഫ്രഞ്ച് പാൻ കേക്ക് എന്ന് പറഞ്ഞിട്ട്, ബട്ട് റെസിപ്പി നോക്കിയപ്പോൾ വെറുതെ മൈദയും മുട്ടയും തേങ്ങാപ്പാലിലാണ് അവർ ഉണ്ടാക്കണേ, അത്രേ ഉള്ളൂ. ഇതെൻ്റെ ഇതിലേക്ക് ഒഴിക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തേങ്ങാപ്പാലാണ്. നമ്മുടെ തേങ്ങാപ്പാലിൽ ഉള്ളി മുരിച്ചിട്ടു, ഉപ്പും പഞ്ചസാര ഇട്ടു. ഇത് ഭയങ്കരമായിട്ട് ഒരു വേറെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഇത് മാറ്റട്ടെ, ചിലപ്പോൾ ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ, ഒരെണ്ണം എടുക്കാം. ഒഴിക്കാൻ പോവാം. ഈ തേങ്ങാപ്പാൽ നിങ്ങൾ ട്രൈ ചെയ്തോട്ടെ. നമ്മുടെ മൈദയുടെ ദോശയുടെ കൂടെ തേങ്ങാപ്പാലിലേക്ക് വെറുതെ ഉള്ളിയും ഇത്തിരി വെളിച്ചെണ്ണയിൽ ഉള്ളിയും ഇച്ചിരി പഞ്ചസാര ഉപ്പ് ആഡ് ചെയ്യും, മുരിച്ച ഉള്ളി ആഡ് ചെയ്യും, ആൻഡ് പഞ്ചസാര ഉപ്പ് ആഡ് ചെയ്യും. തേങ്ങാപ്പാലും ഈ മൈദയുടെ കോമ്പിനേഷൻ. ബട്ട് ഫ്രഞ്ച് പാൻ കേക്ക് എന്ന് പേര് വന്നത് എന്താ കാരണം എന്നറിയില്ല. തേങ്ങാപ്പാൽ അവർ യൂസ് ചെയ്യും, അതാണ് ഞാൻ ഓർക്കണേ. ഉപ്പിൻ്റെ ടേസ്റ്റും വേണം തേങ്ങാപ്പാലിന്, അപ്പോഴാണ് ആ റിയൽ ടേസ്റ്റ് വരുള്ളൂ. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഓപ്ഷനാണ്. മൈദ, തേങ്ങാപ്പാൽ, ഉപ്പ്, മുട്ട ഉണ്ട്, സോറി, ഒരു മുട്ടയുണ്ട്. എന്നിട്ട് മിക്സിയിൽ അടിച്ചു ലൂസ് നമ്മുടെ കൺസിസ്റ്റൻസി ആക്കി, ദോശയുടെ കൺസിസ്റ്റൻസി ആക്കി, എന്നിട്ട് വിത്ത് തേങ്ങാപ്പാൽ. ഇത്തിരി കൂടി ഉപ്പ് വേണമല്ലോ. പക്ഷേ അത് ഇത്തിരി ഉപ്പ് തരാമോ? ഈ മുരിഞ്ഞ ഉള്ളിയുടെ ടേസ്റ്റ് വരുമ്പോൾ കുറച്ചൊക്കെ ഒരു മുസ്ലിം ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് തോന്നും നമുക്ക്. ഇനി നമ്മുടെ ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയതാണെന്ന് എനിക്കറിയില്ല, എന്തായാലും വൈറൽ റെസിപ്പിയാണ്. വാട്ടർമെലൺ ഫ്രീസ് ചെയ്തിട്ട് ഫ്രഷ് ക്രീമും മറ്റേ ഫ്രീസ് ചെയ്ത വാട്ടർമെലനും കൂടി മിക്സ് ചെയ്തിട്ട് തേനൊഴിച്ച് കഴിക്കും. അതാണ് ഐസ്ക്രീം പോലെ കഴിക്കുന്നത്. അങ്ങനെ ട്രൈ ചെയ്യാം. ആഹാ, കണ്ടിട്ടുള്ളല്ലോ. അതേ ഇതുപോലെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ടാണ് വെച്ചേട്ടാ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്രഷ് ക്രീം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഫ്രഷ് ക്രീം ഇങ്ങനെ ഇട്ടിട്ട് അവർ മിക്സ് ചെയ്യും. എങ്ങനെയാണ് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടണമെന്ന് മാത്രമേ എനിക്കൊരു പിടുത്തം കിട്ടണില്ല കേട്ടോ. പപ്പായയും അവരിങ്ങനെ ചെയ്യണ കണ്ടു. യെസ്, ഹണിയും കൂടി ആയിട്ട് മിക്സ് ചെയ്ത് ഒരു സ്കൂപ്പ് ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇനി സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം പോലെ ആക്കട്ടെ കേട്ടോ. ഞാൻ മിൻറ്റ് ലീവ്സ് ഉണ്ട്, പക്ഷേ ഇത് ഗാർണിഷ് ചെയ്യാൻ നല്ലതായിരിക്കും. ടേസ്റ്റ് മാത്രം ഞാൻ നോക്കട്ടെ. ഇത് കൊള്ളാം. മിൻറ്റ് ലീവ്സും കൂടി വെക്കട്ടെ. ഐസ്ക്രീമിൻ്റെ തന്നെ ടെക്സ്ചറാണ് കേട്ടോ. ഫ്രഷ് ക്രീമായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഹണി ഒഴിച്ചിട്ടുണ്ടേ ഇതിൽ. അമ്മ ഇത് പറയാൻ പറ്റില്ല കേട്ടോ. ഇവർ നമ്മൾ ഈ റീൽസിൽ കണ്ട ഒട്ടുമിക്ക സാധനവും ഞാൻ ട്രൈ ചെയ്ത എല്ലാം തന്നെ നല്ല. പക്ഷേ ഇത് ടു ഗുഡ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ആ ഫ്രഷ് ക്രീമിൻ്റെ ഒന്നും അല്ല, ഇത് ഫ്രൂട്ട് ഫ്ലേവറും അല്ല, ഇത് രണ്ടിൻ്റെയും ഫ്ലേവറല്ല മുന്നോട്ട് നിൽക്കണേ. ശരിക്കും നമുക്കൊരു ഐസ്ക്രീം കഴിക്കണ പോലെ തന്നെ ഒന്നും. ജിജോ ഒന്ന് ടേസ്റ്റ് ചെയ്തേ പ്ലീസ്, എനിക്കിത് ഭയങ്കര ടേസ്റ്റായി. വാട്ടർമെലനും ഫ്രഷ് ക്രീമും കൂടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്താ. വെറുതെ ഈ റെസിപ്പിയൊക്കെ വൈറലാവണം കേട്ടോ. അതിനകത്ത് എന്തോ ഉണ്ട് വൈറൽ റെസിപ്പി. അല്ല, പപ്പായയും അവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഹണിയും കൂടി വരുമ്പോഴാണ് ആ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഈ മിൻറ്റ് ലീവ്സ് ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുതിനയും ഇതായിട്ട് ഫ്ലേവർ വൈസ് ചേരുമെന്ന് നോക്കാം. അതും എനിക്കിഷ്ടമായി. ചെറിയൊരു പീസ് പുതിന അപ്പോൾ ഗാർണിഷിങ്ങിന് വെക്കാമെന്നല്ല, നിങ്ങൾ ഈ അടുത്ത് തന്നെ ഗസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണേ, റിക്വസ്റ്റാണ്. എല്ലാം എനിക്ക് ആ ദോശമാവ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഴിച്ചാൽ ഓർമ്മയിൽ നിൽക്കണം. ആ ചീസ് മാത്രമാണ് ഇത്തിരി ചീസ് ഫ്രൈ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഉപ്പ് കൂടുതലും ഫെറ്റ ചീസിൻ്റെ പ്രശ്നമായിരിക്കും അത്. ബട്ട് ആ സാലഡൊക്കെ ഭയങ്കര പൊളിയായിരുന്നു. ഇനി ഉച്ചക്കത്തെ ട്രൈ ചെയ്യട്ടെ. ഉച്ചയ്ക്ക് കാണാം, നാളെ ഉച്ചയ്ക്ക് കാണാം. ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്താൽ ഇടണേ. ഇന്ന് 3 ടൈപ്പ് ബിരിയാണി, റൈസ് ആൻഡ് മീറ്റ് കോമ്പിനേഷൻ. ബിരിയാണി അല്ല, ഇറച്ചിച്ചോറിന് ബിരിയാണി എന്ന് പറയില്ലല്ലോ, ഇറച്ചിച്ചോറിനല്ലേ പറയുള്ളൂ അല്ലേ, ബിരിയാണി എന്ന് പറയില്ലല്ലോ. ഇറച്ചിച്ചോറ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഫോർട്ട് കൊച്ചിനിലെ നൂറിയ റെസ്റ്റോറൻറ്റ്, നൂറിയ റെസ്റ്റോറൻറ്റിലെ ഇറച്ചിച്ചോറ് ഭയങ്കര ഫേമസാണ്. ബട്ട് എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാഹിദ പറഞ്ഞപ്പോൾ, ഷാഹിദയ്ക്ക് അറിയാം നന്നായിട്ട് വെക്കാൻ, എന്നിട്ടും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഹൈദരാബാദി ബിരിയാണി, പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ സ്ഥിരം ജോർജിക്കൊക്കെ ഇഷ്ടമുള്ള മന്തി ബിരിയാണി. അയ്യോ, അടുക്കള ഭയങ്കര മെസ്സാണ്. ജിജോ, ഇത് 3 ടൈപ്പ് ബിരിയാണി ഉണ്ട് കേട്ടോ. ഹൈദരാബാദി ബിരിയാണി, നമ്മുടെ ജോർജിക്ക് ഇഷ്ടമുള്ള മന്തി ബിരിയാണി. തുറന്നു. പിന്നെ ഇറച്ചിച്ചോറ് ട്രൈ ചെയ്തിട്ട് കറക്റ്റ് ഇത് പറയണേ. അയ്യോ, ഇത് മന്തി വെള്ളം ഒഴിക്കല്ലേ, ആവി വെള്ളം ഫുള്ള് വീണട്ടാ. സ്മോക്കി ഫ്ലേവറാ. ചാക്കോള് വെച്ചതാ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇറച്ചിച്ചോറ് സുലേഖ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കണേ. ബീഫ് ഞാൻ എല്ലുള്ള ബീഫാണ് പറഞ്ഞേട്ടാ, കാരണം എനിക്ക് എല്ലുള്ള ബീഫാണ് ഇഷ്ടം. സാധാരണ ഇറച്ചിച്ചോറിന് എല്ലുള്ള ബീഫല്ല യൂസ് ചെയ്യുന്നത്, നോർമൽ മീറ്റാണ് യൂസ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. ഷാഹിദ, ആ കൊടയിൽ നിന്ന് മേടിച്ച അച്ചാറുകൾ വേണേ. ഇത് ഹൈദരാബാദി ബിരിയാണി, ഗ്രീൻ കളർ ബിരിയാണി, പക്ഷേ ഇത് വെജാട്ടാ.
ഇതിൻ്റെ ബേസ് വരുന്നത് പാലക്ക് ബ്ലാങ്ക് ചെയ്ത അതാണ് ഈ ഗ്രീൻ കളർ വന്നേക്കണേ. ബട്ട് അത് ഞാൻ അത്ര ഷുവർ അല്ല കേട്ടോ ഈ റെസിപ്പി. ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കിയത്, ബട്ട് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ, എനിക്ക് അത്ര ടേസ്റ്റും ഇഷ്ടമായില്ല. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കണം. ബട്ട് ഞങ്ങളിപ്പോൾ സ്മോക്കൊന്നും ചെയ്യാറില്ല. ഇന്നിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമേ ഞാൻ സ്മോക്ക് ചെയ്തത്. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഗാർലിക് സോസ് വേണം. ബട്ട് ഇതെല്ലാം ട്രൈ ചെയ്യാനുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒരെണ്ണം അതവിടെ തന്നെ ഇരുന്നോട്ടെ. അയ്യോ, മന്തി ആക്ച്വലി വാഴയിലല്ല കേട്ടോ കഴിക്കണ്ടേ, സാരില്ലല്ലോ. എനിക്ക് ഇറച്ചിച്ചോറ് ട്രൈ ചെയ്യണം ആദ്യം. നമ്മൾ കുടയിൽ നിന്ന് മേടിച്ച അച്ചാറുകൾ വേണം. ഈ കേർഡ് സാലഡ് വേണോ? ഇതിൻ്റെ കൂടെ ഗാർലിക് സോസ് ആയിരിക്കും നല്ലത്. ഏത്? നല്ല ഫ്ലേവറായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് അടുത്ത് തന്നെ ഇടാം കേട്ടോ. നമ്മുടെ അറബിക് മസാല അല്ലേ ഇട്ടേക്കണേ. സീരം ഞങ്ങൾ എപ്പോഴും ആ ബോട്ടിലിൽ പൊടിച്ച് വെച്ചിട്ടില്ലേ അറബിക് മസാല, അതാണ് ഈ ചിക്കനിലെ മാരിനേഷൻ. എന്നിട്ട് റൈസ് വേവിക്കുമ്പോഴും ആ മസാല ഇടും. അയ്യോ, ഡേറ്റ് പിക്കിൾ മിക്സ് ചെയ്യണം. അതെ, ബാക്കി രണ്ടും കൂടി ട്രൈ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ചീസ് കൊടൈ ചീസ് എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടില്ലേ കൊടൈ വ്ളോഗിൽ, അവിടെ നിന്ന് ഗൂസ്ബെറിയാണ്. അവിടെ നിന്ന് മേടിച്ച അച്ചാറുകളാണ്. എന്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മന്തിയുടെ കൂടെ അതൊക്കെ ചേരുവോ? ടേസ്റ്റ് കൊതി വരുന്നുണ്ടല്ലോ. അതാണ് ഞാൻ എപ്പോഴും ബിരിയാണിയുടെ റെസിപ്പി ഇടുമ്പോൾ 2 കപ്പ് അരിയാണെങ്കിൽ 5 കപ്പ് ഒഴിക്കണം. ഇവിടെ എല്ലാവർക്കും വെന്ത അരിയാണ്. ശരിക്കും നിങ്ങൾക്ക് അത്രമാത്രം കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ 2 കപ്പിന് 4 കപ്പ് ഇട്ടാൽ മതി. ഇറച്ചിച്ചോറ് ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ ആദ്യം. ഞാനിത് ആദ്യമായിട്ട് അറിയണം കേട്ടോ, ഈ സുലേഖ റൈസിലാണ് ഇറച്ചിച്ചോറ് വെക്കണേന്ന്. ബീഫ് കാണാനില്ലല്ലോ. 1/2 കിലോ ബീഫ് ഇട്ട് ഇത്തിരി കൂടുതൽ ഇറച്ചി ഇത് ഇട്ടു. 1/2 കിലോ ബീഫും റൈസ് കുറച്ച് കൂടുതലിട്ട്. ആഹാ, വെന്ത് കുഴഞ്ഞ സാധനം. കോയല് ഞാൻ 3ഉം കൂടി ഒരുമിച്ചാണ് ട്രൈ ചെയ്യാൻ പോണേ. ഇത് നമ്മുടെ ഹൈദരാബാദി വെജ് ബിരിയാണി. പക്ഷേ ഹൈദരാബാദി ബിരിയാണി എനിക്ക് സ്പൈസിയാണോ ജിജോ? സ്പൈസിയാന്നുള്ള കേട്ട്. അയ്യോ, അതാണ് ഞാനും ഓർക്കണം. ഇതൊട്ടും സ്പൈസി അല്ല, പാലക്കിൻ്റെ ടേസ്റ്റാണ് കൂടുതലും. ഇനി ഞങ്ങളെപ്പോഴും ഉണ്ടാക്കണം മന്തി ബിരിയാണി. മന്തിയുടെ കൂടെ നമ്മുടെ ക്യുക്കുംബർ റോ സാലഡ് ആൻഡ് സവാള ക്യാരറ്റ് വിത്ത് ഗാർലിക് സോസ്, അതാണ് എൻ്റെ ഫേവറേറ്റ്. ഡേറ്റ് പിക്കിളിൻ്റെ ഒരു ഫാൻ അല്ല കേട്ടോ ഞാൻ ആക്ച്വലി. പക്ഷേ ഹൈദരാബാദി ബിരിയാണിയുടെ കൂടെ നമ്മുടെ ക്യുക്കുംബർ സാലഡ്. പക്ഷേ ഡേറ്റ് പിക്കിൾ ഇല്ലാണ്ട് ചിലർക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ കൂടെ ചേരും. ഷാഹിദ പറഞ്ഞത് മീറ്റിൻ്റെ തന്നെ സെയിം ക്വാണ്ടിറ്റിയാണ് റൈസ് എടുത്തത് കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഷാഹിദയുടെ റെസിപ്പി ആയിരിക്കും ഇത്. എനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഇടാൻ പോണേ. ഈ ഇല കാണാൻ നല്ല രസമുണ്ട്. ഫ്രെഡി ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് എടുത്തേക്ക് നോക്കിക്കേ. ഗ്രീൻ, യെല്ലോ ആൻഡ് നമ്മുടെ ആക്ച്വലി മന്തി ബിരിയാണി ഇത്തിരി വൈറ്റിഷ് കളറായാലും ഉണ്ടാക്കില്ല. അങ്ങനെ 3 ടൈപ്പ് ബിരിയാണി വിത്ത് ഡിഫറെൻറ്റ് അതിൻ്റെ കോമ്പിനേഷൻ. മറ്റേ അച്ചാറൊന്നും ഞാൻ എടുക്കണില്ലേ, ഞാനൊരു അച്ചാർ ഫാനല്ല. എനിക്ക് ഹോം മെയ്ഡ് അച്ചാറുകളാണ് ഇഷ്ടം. ഇറച്ചിച്ചോറ് ട്രൈ ചെയ്യട്ടെ. ഷാഹിദ, ഇത് ബിരിയാണി റൈസ് വെച്ച് ഉണ്ടാക്കിയാൽ ശരിയാവില്ല? അത് ശരി. ദൈവമേ, എല്ലാ മാസവും ഞാൻ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഇടാൻ തീരുമാനിച്ചിട്ട്, പക്ഷേ ഇത് നമുക്ക് വേഗം തന്നെ ഇടാം. നല്ല ടേസ്റ്റാണ്. മസാല എന്തായിരുന്നു? മീറ്റ് മസാലയാണോ അല്ലെങ്കിൽ? ജിജോ, ഈ ഇറച്ചിച്ചോറും ടേസ്റ്റ് ചെയ്ത് ഭയങ്കര നല്ല. ജോർജിക്ക് ഇത് ശരിക്കും ഇഷ്ടമാവട്ടെ. ഈ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കാം. നാളെയല്ല മറ്റന്നാളല്ലേ പറഞ്ഞാ? ദൈവമേ, അന്നാ ടെൻഡർ ലോയിനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടേ. കംപ്ലീറ്റ് പോയിട്ടാ, കഴിച്ച ഫുള്ള് ദഹിച്ചു പോയി. നാളെ എത്തും. ഫ്രെഡി ക്യാമറ ഓഫ് ചെയ്തോ? ഈ ബിരിയാണി ഇത് കഴിച്ചിട്ട് മതിയിട്ട് ഇനി, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഷാഹിദ, നാളെ എന്താ വീട്ടിൽ പരിപാടിയാന്ന് പറഞ്ഞില്ലേ? ഇത് ഉണ്ടാക്കിയാൽ പോരെ? അപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കും. എൻ്റെ അമ്മ, ഈ ഹൈദരാബാദ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇത് അത്രയും ടേസ്റ്റ്. ഞാൻ ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് ടേസ്റ്റ് എന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമ്മുടെ സുലേഖ വെച്ചിട്ടുണ്ടല്ലോ, ആൻഡ് മസാല പെർഫെക്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഇത് എഴുതി വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. ഇനി ഹൈദരാബാദി ബിരിയാണി. ഇത് പാലക്കിൻ്റെ ഗ്രേവിയിലാണ് ചെയ്തത്. നല്ലതാണ്. ടിഫിൻ ബോക്സിലേക്കൊക്കെ നല്ലതാണ്. എല്ലാം ഉണ്ട്. ക്യാരറ്റ്, കോളിഫ്ലവർ ആൻഡ് പാലക്. പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഭയങ്കര നല്ല. നമ്മുടെ ബ്ലാഞ്ച് സ്പിനച്ചിൻ്റെ ഗ്രേവിയിൽ ചോറ് വേവിച്ചു. എനിക്ക് ഇത്തിരി മസാല, അത് ഞാൻ വേറെ ദിവസം ഇടാം.
ഇത് എനിക്കത്ര ഇഷ്ടമായില്ല എന്നുള്ളൂ, പക്ഷേ കുറേ പേർക്ക് ഇഷ്ടമാകാൻ വഴിയുണ്ട്. ജിജു ഒന്ന് ടേസ്റ്റ് ചെയ്ത് ജിജു എന്നാലേ ജിജുവിന് മനസ്സിലാവുള്ളൂ. എനിക്ക് മന്തി ചോറ് കഴിച്ചു, എനിക്ക് പക്ഷെ അതിൽ ഇഷ്ടപ്പെട്ട ഈ മന്തിയുടെ സ്മോക്ക് റൈസ്. അത് ശരി. ഓ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇറച്ചിച്ചോറ്. നീ ഞങ്ങളെ വീട്ടിലുണ്ടാക്കണ മന്തി ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്മോക്ക് ചെയ്യാറില്ലായിരുന്നു നേരത്തെ ഉണ്ടാക്കുമ്പോൾ, അതുകൊണ്ടായിരിക്കും ജിജോന് ഇന്ന് കൂടുതൽ ഇഷ്ടമായത്. ചിക്കൻ ആൻഡ് മയണൈസ്. നല്ലതാണ് ഷാഹിദ, ഇത് നല്ലതാണ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി. പക്ഷേ ഇതൊരു രക്ഷയില്ല. ഇത് ഈ ഇറച്ചിച്ചോറുണ്ടല്ലോ. അല്ല ഇത് നല്ലതാണ്. പക്ഷെ ഇതും കൂടി വന്നപ്പോഴേ നമ്മുടെ കേരള മസാലേനെ വെട്ടിക്കാൻ വേറെ cuisine ഉണ്ടോ എന്നൊരു സംശയം പോലെ. ഇത് രണ്ടും കൂടി അടുത്തിരുന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട്. ജിജോ അത് ട്രൈ ചെയ്തിട്ടില്ല, മന്തി മാത്രമേ ട്രൈ ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. ട്രൈ ചെയ്തോ? എന്നാൽ ജിജു അങ്ങനത്തെ മൂഡിലായിരിക്കും. നമുക്കപ്പോൾ ഓരോ മൂഡ് അനുസരിച്ച് കുക്ക് ചെയ്തു. ഞാൻ ആദ്യം കഴിച്ചതാ. അപ്പം വിശപ്പും മാറ്റേഴ്സ്. ഞാൻ ആദ്യം കഴിച്ചത് ഇറച്ചിച്ചോറ്, അതുകൊണ്ടാ. ഓ ഷാഹിദയുടെ മുഖം നല്ല തുടുത്തത് വേറെ ലെവലായിട്ടാ. ഇനി വൈകുന്നേരം എനിക്ക് വേറെ സാധനം ട്രൈ ചെയ്യാണ്ട് പറ്റുമെന്നറിയില്ല. അത് ഇത്രയും കഴിച്ചാൽ ചിലപ്പോൾ ഫ്ലാറ്റ് ആവും. പക്ഷെ എന്തായാലും പംകിൻ സൂപ്പിൻ്റെ 2 ഫ്ലേവേഴ്സ് എനിക്ക് ട്രൈ ചെയ്യാനുണ്ട്. ഇനി വൈകിട്ട് സൂപ്പിൻ്റെ 3 ടൈപ്പ് സൂപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞാൽ ഞാൻ ട്രൈ ആക്കുന്നുള്ളൂ. നമ്മുടെ പംകിൻ സൂപ്പ് കുറേ നാളായിട്ട് ഞാൻ റെസിപ്പി ട്രൈ ചെയ്ത് ഇപ്പം കണ്ടുപിടിച്ചു. ആണ് അങ്ങനെ വലിയ കാലറീസ് ഒന്നും ഇല്ലാത്ത പംകിൻ സൂപ്പാണ് ഇത്. ടൈമൊക്കെ ഇട്ടിട്ടുണ്ട്. റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. 3 വെജ് സൂപ്പിൻ്റെ റെസിപ്പി ഒരുമിച്ചായിരിക്കും. ഇത് ടൈമൊക്കെ ഉള്ള കാരണം കുറച്ച് കോണ്ടിനെൻ്റൽ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇച്ചിരി ക്രീം ഇട്ടു ആൻഡ് അവനിൽ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി കേട്ടോ. ക്യാരറ്റും ഉണ്ട്. അത് കാരണം മൊത്തത്തിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നാടൻ ടേസ്റ്റ് ഇല്ല. സാധാരണ ചിലപ്പോൾ പംകിൻ സൂപ്പിന് 2-3 ടൈപ്പ് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം എന്ന് ഓർത്തിരിക്കായിരുന്നു. ഒരെണ്ണം തായ് റെഡ് കറി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ട്രൈ ചെയ്തില്ല, ബട്ട് അതും ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്തിട്ട് പറയാം. ബട്ട് ഇന്നിപ്പോൾ ഇത് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ ഞാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളും വൈറൽ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് 2-3 എണ്ണമൊക്കെ കമ്പൈൻ ചെയ്ത് വേറൊരു റെസിപ്പി ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ബൈ. ജിജോ മെത്തേഡ് ആക്ടറാന്നാ പറയാറ് കേട്ടോ. എങ്ങനെയുണ്ട് സൂപ്പ്? എങ്ങനെയുണ്ട്? ഏതൊക്കെ ഫ്ലേവേഴ്സാണ് തോന്നണേ? ഞാൻ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് പറ. പറ. എനിക്ക് ആ ഗാർലിക് ഇഷ്ടമായി. ബേൺ ഗാർലിക് ഇഷ്ടമായി. പിന്നെ റോസ്മേരി ഉണ്ടോ? അല്ല ഉണ്ട്. എന്നാ ശരി. മീൽസ് ആണെന്ന് നീ പറഞ്ഞില്ല കേട്ടോ. എന്താണ്? തൈം പറയാന്ന് പറഞ്ഞാൽ മറന്നു. ഓക്കെ, ഏകദേശം കറക്റ്റാ. ഓക്കെ, ബൈ.